അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ചില ഹുദവികൾ മലപ്പുറത്ത് പരിപാടി വെച്ചിട്ട് CPM മറുപടിയാണ് എന്ന് പലരും ധരിച്ചു. പക്ഷേ ഇവർ തങ്ങളുടെ ഉസ്താദിനെ സംരക്ഷിക്കാനെന്ന പേരിൽ പരിപാടി വെച്ചിട്ട് സമസ്തയുടെ നേതാക്കളുടെ മേൽ കുതിര കയറാനാണ് ഇവർ ശ്രമിച്ചത്. സത്യത്തിൽ രാഷ്ട്രീയമായ വിമർശനം നടത്തിയപ്പോൾ ഇവരുടെ ഉസ്താദിനെ രാഷ്ട്രീയക്കാർ നന്നായി കൈകാര്യം ചെയ്തു. അതിനുള്ള മറുപടിയാണ് ശരിക്കും ഇവർ നടത്തേണ്ടിയിരുന്നത്. നേരെ മറിച്ച് അവിടെ വലിയ ഒരു സംഖ്യയൊക്കെ മുടക്കി മലപ്പുറത്തൊരു പരിപാടി നടത്തിയിട്ട് സമസ്തയുടെ നേതാക്കന്മാരെ വിമർശിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഉസ്താദിനെ വിമർശിച്ച ആളുകളോ ആ വിമർശനങ്ങളോ ഒന്നുമല്ല പ്രശ്നം. ഇവരുടെ പ്രശ്നം സമസ്തയാണ്. ഇവരുടെ പ്രശ്നം ഇവരുടെ ഉസ്താദിനെതിരെ CPM ആരോപിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് യഥാർത്ഥത്തിൽ ഇവർ ശ്രമിക്കേണ്ടത്. പക്ഷേ ഒരൊറ്റ ഒന്നിനും ഇവരവിടെ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഇവർക്ക് എന്താ CPM പേടിയാണോ? CPM പേടിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പേടിയാണോ? എന്തുകൊണ്ട് ഇവർ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു 8 ആരോപണങ്ങൾ CPM ഉയർത്തിയിട്ടുണ്ട്. എല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ? ഉസ്താദിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പലരും ഞങ്ങളുടെ കൂടെ നിന്നില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങളെങ്കിലും ഉസ്താദിൻ്റെ കൂടെ നിൽക്കണ്ടേ? ഉസ്താദിനെ ആക്രമിക്കപ്പെട്ടപ്പോൾ പലരും ഉസ്താദിനെ ഒഴിവാക്കിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഇവർ പറയുന്നത്. എന്നാൽ ഉസ്താദിൻ്റെ കൂടെ നിങ്ങളെങ്കിലും നിൽക്ക്, എന്നിട്ട് CPM ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറ. ഒരിക്കലും CPMമാരോട് നമ്മൾ യോജിക്കുന്നില്ല. അവർ തൊള്ള തോന്നിയത് വിളിച്ചു പറയും. അത് ഉറപ്പാണല്ലോ, രാഷ്ട്രീയക്കാരാണ് അവർ. അപ്പോൾ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുമ്പോൾ നോക്കണം തിരിച്ച് കിട്ടുമെന്നുള്ളത്. അതിന് മറുപടി കൊടുക്കാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് നിൽക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ CPMമാർ ഉയർത്തിയ ചില ആരോപണങ്ങൾ അതിനിവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇത് നമ്മൾ വീണ്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ അത്തരത്തിലുള്ള പണിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സ്വന്തം ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനത്തെ അവമതിക്കാനാണ് ആ വേദി ഇവർ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എണ്ണി പറയുന്നത്. നിങ്ങൾ മറുപടി കൊടുക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മറുപടി കൊടുക്കേണ്ട വിഷയങ്ങൾ ഇതാണ്. ഇതിനായിരുന്നു നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. CPMനായിരുന്നു നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. ആ CPMമാർ ഉയർത്തിയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, യൂണിവേഴ്സിറ്റി വ്യാജമാണ് എന്നുള്ള വിഷയം. ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. നമ്മളും അങ്ങനെ പല സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5-8 വർഷം ഞാൻ മുദരിസായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ വർഷങ്ങളിലൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ദാറുൽ ഹുദയ്ക്ക് വേണ്ടി പിരിവ് നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി എന്ന് അവർ പറയുന്നതായിട്ട് നമ്മളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയല്ല, അത് വ്യാജമാണ്. UGC അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് കേസിന് വരെ സാധ്യതയുള്ള വിഷയമാണ് എന്നാണ് CPM പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ആധികാരികമായ രേഖകളിൽ എവിടെയും അക്കാദമി എന്നല്ലാതെ യൂണിവേഴ്സിറ്റി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും CPM ആരോപിക്കുന്നു. ഇതിന് മറുപടി പറഞ്ഞോ? ഇതിന് ആരെങ്കിലും ഫേസ്ബുക്കിലോ മറ്റോ എഴുതി വിട്ടത് കൊണ്ട്, എന്തെങ്കിലും പൊട്ടത്തരം എഴുതി വിട്ടത് കൊണ്ട് കാര്യമില്ല. ഇതിന് ആധികാരികമായിട്ടുള്ള മറുപടി പറഞ്ഞോ? നമ്മൾ കേട്ടിട്ടില്ല, പരിപാടിയിൽ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, വൈസ് ചാൻസലർ പദവി വ്യാജമാണ് എന്നാണ്. ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ വൈസ് ചാൻസലർ പദവി വ്യാജമാണ്. ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലർ ഉണ്ടാവില്ലല്ലോ. അതിനും മറുപടി പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും നമ്മൾ ഒരിക്കലും പറയരുതേ എന്നാഗ്രഹിച്ചതാണ്. നമ്മളെ വായ കൊണ്ട് ഒരിക്കലും പറയരുതേ എന്നാഗ്രഹിച്ചതാണ്. പക്ഷേ പറയല്ല, നിർവാഹമല്ല. ആ പണിയാണ് അവരെടുത്തിട്ടുള്ളത്. കുടജാത്രയുടെ സംഗീതം എന്ന കാക്കനാടിൻ്റെ പുസ്തകത്തിലെ വിഷയം എന്താണ് വിഷയം? ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല. നമ്മളതിൽ വിശ്വസിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരാളല്ല ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കതിന് മറുപടി പറയാൻ ബാധ്യത ഉണ്ട്. മാത്രമല്ല,
ഈ വിഷയം അത് വ്യാജാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാഹുദ്ദീൻ ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഹുദവികളോട്, ഈ ലിബറൽ ഹുദവികളോട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലമായിട്ട് കാക്കനാടൻ 2011 മരണപ്പെടുന്നത് എന്നാണ് എൻ്റെ ധാരണ. ആ 2011 മരണപ്പെടുന്നതിന് മുമ്പ് ഹാദിയല്ലേ ഏതെങ്കിലും സമയത്ത് ഹാദി അതിനെതിരെ കേസിന് പോയിട്ടുണ്ടോ, കേസ് കൊടുത്തിട്ടുണ്ടോ? ഇന്നും ആ പുസ്തകം വിറ്റയക്കുന്നില്ലേ? ഹാദി അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? 2 പ്രസിദ്ധീകരണ നിങ്ങൾ അത് വിറ്റയക്കുന്നുണ്ട്. അത് നിർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് ഹാദിയൊക്കെ അതിന് ബാധ്യതയില്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ലാതെ സമസ്തൻ്റെ നെഞ്ഞത്തേറല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. 4ാമത്തെ കാര്യം, ദാറുൽ മാലിന്യ പ്രശ്നം. ഇതാണ് ആദ്യമായിട്ട് CPM ഉയർത്തിയൊരു വിഷയം. അപ്പോൾ അവിടെ അങ്ങനെ മാലിന്യ പ്രശ്നം ഉണ്ടോ? ഇല്ലെങ്കിൽ CPMൻ്റെ വ്യാജ പ്രചരണം അത് പൊളിച്ചടക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ട്, അതിന് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ ആ വിഷയം പറയാം. നാട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് പറയാം. അതിൻ്റെ പരിഹാര നടപടികൾ നടക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഷയമല്ല നിങ്ങൾ പറയേണ്ടത് വേദി കെട്ടിയിട്ട്. അതല്ലേ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണം. 5ാമത്തെ കാര്യം, CPMമാർ ചോദിച്ചൊരു ചോദ്യമാണ്. വൈഫ് ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ വ്യഭിചാര ആരോപണമല്ലേ, അതിന് സാക്ഷികളുണ്ടോ എന്ന്. MLAമാർക്കും MP മാർക്കും വൈഫ് ഇൻ ചാർജ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആർക്കും തിരിയുന്നതാണല്ലോ. അങ്ങനെ ഒരാളെ പറ്റി ആരോപിക്കണമെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് 4 സാക്ഷികൾ വേണം. 4 സാക്ഷികളില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ പോലും അവർ പറയുന്നുണ്ട്. ആ 4 സാക്ഷികളുണ്ടോ? ഇതിന് നിങ്ങൾ മറുപടി അറിയണ്ടേ? നിങ്ങൾ പറഞ്ഞോ, മറുപടി പറഞ്ഞോ. 6ാമത്തെ കാര്യം, CPMമാർ ചോദിച്ച സമുദായ നേതാക്കളുടെ പലിശ ഇടപാടുകൾ. അവർ ബാങ്ക് നടത്തുന്നുണ്ട്, പലിശ ഇടപാടുകൾ നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കയറി ഇടപെടുന്ന നദവി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞു നിങ്ങൾ ഇല്ല. 7ാമത്തെ അതിഗൗരവമായ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ലൂത്ത് നബിയുടെ അനുയായികൾ ചെയ്ത കുറ്റം ചെയ്ത ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് നാസർ കൊളായി ആരോപിച്ചത്. നിഷേധിച്ചാൽ തെളിവ് സഹിതം പുറത്തുവിടുന്നതാണ്. വീഡിയോയും ചിത്രങ്ങളും പുറത്തുവിടുന്നതാണ് അയാൾ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. നദവി ഉസ്താദിനോടാ പറഞ്ഞത്. നമ്മളൊരിക്കലും ഇതിനോട് യോജിക്കുകയോ മറ്റോ ഒന്നുമില്ല. പക്ഷേ CPMൻ്റെ ആരോപണമാണിത്. ഇത് നിങ്ങൾ മറുപടി പറഞ്ഞോ? കൊടുക്കണ്ടേ? വായടപ്പ് മറുപടി കൊടുക്കണ്ടേ? അത് ചെയ്തോ? ഇല്ല. അപ്പോൾ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ എന്നാൽ ജനങ്ങളെന്ത് വിചാരിക്കും? 8ാമത്തെ ആരോപണം, നദവി ഉസ്താദിനെ കുറിച്ച് ഒരാൾ ഒരു നാറി എന്ന പ്രയോഗം നടത്തി. മടവൂർ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പുറത്താക്കിയപ്പോൾ CPMമാർ ചോദിച്ചതാണ് നാറി എന്ന പദം. അതുപോലെ തന്നെ വേറെ 2 തെറികളും പറഞ്ഞു. ആ 2 തെറികൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനായ മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ ഉന്നയിച്ച തെറിയ. ഇതിലേതാണ് വീര്യം കൂടിയ തെറി? ഒന്നിനെ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് ന്യായീകരിച്ചു, അതായത് തെറി പറഞ്ഞ ആളെ ന്യായീകരിച്ചു. ഇപ്പുറത്ത് ബഹാവുദ്ദീൻ ഉസ്താദിനെ ഇങ്ങനെ വിളിച്ച ആളെ മഹലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതിലേതാണ് വീര്യം കൂടിയ തെറി? ഞാനത് വിശദീകരിക്കണില്ല, എൻ്റെ തൊള്ളോണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ 8 ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ തലയിക്കിടണ്ട കേട്ടോ. ഇതൊക്കെ നാസർ കൊളായും CPMും ആരോപിച്ചതാണ്. അവരെ കൊണ്ട് അതിന് നിങ്ങൾ വഴി വെച്ചു കൊടുത്തതാണ്. ഇങ്ങനെ 8 ആരോപണങ്ങൾ നിങ്ങളുടെ ഉസ്താദിൻ്റെ മേൽ ഉന്നയിച്ചിട്ട് അദ്ദേഹത്തെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളിപ്പുറത്ത് വന്നിട്ട് ആ ഉസ്താദിൻ്റെ സംഘടനയ്ക്ക് നേരെ
അതിലെ നേതാക്കൾക്ക് നേരെ മുന വെച്ച് സംസാരിക്കുന്നതും അവരെ അധിക്ഷേപിക്കുന്നതും എന്തുമാത്രം ബോറാണ്. നിങ്ങൾ കൊടുക്കേണ്ട മറുപടി സി പി എമ്മിന് വേദി കെട്ടിയിട്ട് സി പി എമ്മിൻ്റെ കുപ്രചരണങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. സി പി എം അങ്ങനെ തന്നെ ഫ്ലക്സിൽ എഴുതിയത് ബഹാവുദ്ദീൻ നദ്വിയുടെ ഇന്നാലിന്ന ആരോപണങ്ങൾക്കെതിരെ മറ്റെന്തൊക്കെയാണ് അവർ ഫ്ലക്സിൽ വെച്ചത്. ഫ്ലക്സ് വെച്ചിട്ടാണ് അങ്ങനെ ഫ്ലക്സ് വെച്ചിട്ടാണ് അവർ ആരോപണം ഉയർത്തിയത്. നിങ്ങളതേസമയം ഹമീദ് ഫൈസിക്കെതിരെ ഈ സംഭവത്തിലൊന്നും ഒരു പങ്കും കൊള്ളാത്ത ഹമീദ് ഫൈസിക്കെതിരെ, സത്താർ പന്തല്ലൂരിനെതിരെ എന്താണ് നിങ്ങളുടെ താല്പര്യം? എല്ലാ ഹുദവികളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടോ? മഹാനായ സയ്യിദുൽ ഉലമയെ വിമർശിച്ചതോടുകൂടി പകുതി ഉദവികളും നിങ്ങളെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങൾക്കെതിരെ മിണ്ടാൻ പറ്റുന്ന ഉദവികൾ മിണ്ടുകയും മിണ്ടാൻ പറ്റാത്തവരിപ്പം മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് യോജിപ്പുണ്ടോ? പരസ്യമായിട്ട് നിങ്ങൾ ആ വേദിയിൽ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുള്ള കുറച്ച് ഉദവിയൊക്കെ, ആ ഉദവികൾക്ക് ഹിദായത്തില്ല എന്ന് നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അവരെ കൂടി പരിഹസിക്കായിരുന്നില്ലേ? മാത്രമല്ല, സമസ്തയിൽ ചിത്രത ഉണ്ടാക്കാൻ വന്നിട്ട് നിങ്ങൾ സ്വന്തത്തിൽ നിങ്ങളുടെ ഹാദിയൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചിത്രത ഉണ്ടാക്കി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് തുരപ്പന്മാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വയം പരിഹസിക്കായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്വന്തം ആലോചിക്കുക. ബുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത്. അത് നിങ്ങളുടെ നാശത്തിനെ ഉപകരിക്കുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.